ഫ്രണ്ട്സ് 1/1/1995 മുതൽ 31/12/2024 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഗവൺമെന്റ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി നിരവധി അപേക്ഷകൾ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ 1/1/1995 മുതൽ 31/12/2025 വരെ ഈ കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ ഉത്തരവ് ഇറങ്ങിയ തീയതി മുതൽ 30/4/2026 വരെ സമയം അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ തനത് സീനിയോറിറ്റി നഷ്ടപ്പെടുത്താതെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ കാലാവധി തീരുന്നത് ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഏതെങ്കിലും കാരണവശാൽ സീനിയോറിറ്റി ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ കാർഡ് നമുക്ക് എങ്ങനെയാണ് പുതുക്കിയെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതോടൊപ്പം തന്നെ സീനിയോറിറ്റി ലിസ്റ്റ് നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി നമുക്ക് പുതിയ അപേക്ഷ വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അത് പുതുക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓൺ ആക്കുക. അതിനുശേഷം സെർച്ച് ബാറിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ employment.kerala.gov.in എന്ന് കാണുന്ന ആദ്യത്തെ വെബ്സൈറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ മുകളിലേക്ക് അല്പം സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ അടുത്തൊരു വിൻഡോ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ 3 വർഷം കൂടുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് 3 വർഷം കൂടുമ്പോൾ രജിസ്ട്രേഷൻ നമുക്ക് പുതുക്കാൻ കഴിയാണ്ട് നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കിട്ടുന്ന സ്പെഷ്യൽ അവസരം ഉപയോഗിച്ച് നമുക്ക് പുതുക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 വർഷം കൂടുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ പല ഓപ്ഷനുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജില്ല ഏതാണെന്നുള്ളതാണ്. ഞാനിവിടെ ഇടുക്കിയിലെയാണ്. ഞാൻ ഇടുക്കിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ഏതാണെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എൻ്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇടുക്കി ആണ്. അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നിടത്താണ് പലർക്കും തെറ്റുകൾ പറ്റുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഓരോ കോഡുകൾ വരുന്നുണ്ട്. ആ കോഡുകൾ നമ്മളിവിടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കോഡും കൂടിയാണ് ആ കോളത്തിൽ വരുന്നത്. ആ കോളത്തിലുള്ള ആ കോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അതോടൊപ്പം ചേർത്താണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരും ടൈപ്പ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ കാണാവുന്നതാണ്, ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 98/512 എന്നാണെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡും കൂടെ ചേരുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് 15-98/512. 15 എന്നുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡായിട്ട് വരും. ചിലരുടെയൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ കാർഡിൻ്റെ നമ്പർ ഈ രൂപത്തിലായിരിക്കും കാണുക, 512/99. ഇതിൽ 99 എന്നുള്ളത് വർഷമായിട്ട് വരും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് പുതുക്കാൻ നേരത്ത് 99/512 എന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതേണ്ടതാണ് 15-99/512. ഇതിൽ 15 എന്നുള്ളത് കട്ടപ്പന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കോഡ് ഈ ഫോം പൂരിപ്പിക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് നോട്ട് എലിജിബിൾ ഫോർ റിന്യൂവൽ എന്നെഴുതിയിട്ടുണ്ട്. 3 വർഷം കൂടുമ്പോൾ പുതുക്കുന്നവർക്ക് സമയമായില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉത്തരവ് പ്രകാരം സ്പെഷ്യൽ പുതുക്കലിന് അർഹതയുള്ള തൊഴിലന്വേഷകർക്ക് പുതുക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്നത്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ പുതുക്കലിന് വേണ്ടിയിട്ടുള്ള ഫോം ആയതുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ കൊടുക്കേണ്ടത് നമ്മുടെ ജില്ല ഏതാണെന്ന് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ലോക്കൽ ബോഡി, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ ലോക്കൽ ബോഡിയെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ വാർഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. അതിവിടെ തെറ്റാതെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചിലരുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ നമ്പറിൻ്റെ കൂടെ അക്ഷരങ്ങളും കാണാവുന്നതാണ്. അതെങ്ങനെയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം വരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ചേർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കിവിടെ ഒരു ക്യാപ്ച പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ക്യാപ്ച ശരിയായ രീതിയിൽ പൂരിപ്പിച്ചതിന് ശേഷം പുതുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അവിടുത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുക്കലിന് അർഹതയുള്ളവരാണെങ്കിൽ നമ്മുടെ
എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സീനിയോറിറ്റി ലിസ്റ്റ് പുതുക്കി കിട്ടുന്നതാണ്. അതിനുശേഷം താഴെയായിട്ട് വിശദാംശങ്ങൾ നേടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി കാർഡ് അവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. രജിസ്ട്രേഷൻ പുതുക്കിയതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അത് നമ്മൾ PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് സൂക്ഷിച്ച് വയ്ക്കുക. അടുത്ത പുതുക്കലിനായിട്ട് നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്